ഈ സ്കൂളിലെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന കാര്യം നിങ്ങൾ ഈ സ്കൂൾ അധികൃതരെ നേരത്തെ അറിയിച്ചിട്ടുണ്ട്? എന്നെ വിളിച്ച് ഞാൻ എന്റെ ഒരു ദിവസം മുമ്പ് സോഷ്യൽ മീഡിയയിൽ എന്റെ പോസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രിൻസിപ്പള്, JC-യുടെ ആള്, ഒരു റിട്ടയർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ, പിന്നെ മെമ്പർ എല്ലാവരും ചെന്നിട്ട് പോസ്റ്റർ ചെയ്തു. എന്റെ സോഷ്യൽ മീഡിയയിലാണ് ഞാൻ പോസ്റ്റ് ചെയ്തത്. അതിൽ JC-യെ പോസ്റ്റ് ചെയ്ത് എന്നെ കൊളാബും ചെയ്തിരുന്നു, എന്നെ ടാഗും ചെയ്തിരുന്നു. അത് വിട്ട് 24 മണിക്കൂർ അല്ലെങ്കിൽ 48 മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് ഈ പരിപാടി പങ്കെടുക്കുന്നത്. അപ്പൊ അവർ അറിഞ്ഞില്ല പറഞ്ഞില്ല എന്നൊക്കെ പറയുന്നത് കാരണം അതിന്റെ അത് ഫാക്ട് ഇല്ല എന്നുള്ളതാണ്. അത് ആർക്കും മനസ്സിലാവുന്നുള്ള കാര്യമാണ്. പിന്നെ നമ്മളെ ഇൻവൈറ്റ് ചെയ്യാതെ തലേ ദിവസം പോസ്റ്റർ അവർ ഇറക്കേണ്ട കാര്യമില്ലല്ലോ, JC ഒഫീഷ്യലി പോസ്റ്റർ ഇറക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് ഒരു പ്രശ്നം പെട്ടപ്പം ഞാനും ആ പ്രിൻസിപ്പളോടൊപ്പം, കാരണം പ്രിൻസിപ്പൾ ഇതിന്റെ അകത്തൊരു ഇരയാണ്, ഇത്തരത്തിലുള്ള ഒരു പ്രശ്നവാദമാവെന്ന് അറിയുന്നില്ല. ഇതുവരെ ആരും വിശദീകരണങ്ങൾ ചോദിച്ചിട്ടില്ല. ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ള എന്നെ ഇൻവൈറ്റ് ചെയ്ത പരിപാടിയാണ്. അപ്പൊ അത് സ്കൂളാണ്, നമ്മളിപ്പോൾ കോളേജാണ്, നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് പ്രൊമോഷൻസ്, ഒരുപാട് ഇനോഗ്രേഷൻസിന് വിളിക്കണം. 1000-ഓളം ഇനോഗ്രേഷൻ ചെയ്തിട്ട് വളരെ കൂടുതൽ ആളാണ് ഞാൻ, കഴിഞ്ഞ ആളാണ്. അപ്പൊ അതിനുശേഷം ഇപ്പൊ വീണ്ടും ആൾക്കാർ നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരുപക്ഷെ നമ്മളെ കേസിൽ നമുക്ക് മെറിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇന്നസെന്റ് ആണെന്ന് ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട്. കാരണം നമ്മൾ അതിൽ അതുകൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ പിന്നെ നമ്മളെ വീണ്ടും വിളിക്കില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് ഫൈറ്റ് ചെയ്യും. ഞാൻ ഫൈറ്റ് ചെയ്യുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല, ഒരുപാട് പുരുഷന്മാർക്ക് വേണ്ടിയാണ്. കാരണം ഞാൻ ഇവിടെ ഈയിടയ്ക്ക് പുരുഷ കമ്മീഷന്റെ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മെൻസ് അസോസിയേഷന്റെ ഒരു പരിപാടി പോയി. 100 കണക്കിന് ആൾക്കാരാണ് ഇതുപോലെ വ്യാജ പരാതിയിൽപ്പെട്ട് അവരെ രക്ഷപ്പെട്ട് കോടതിയിൽ നിന്ന് വിധി വന്നു, അവസാനം നിരപരാധിയാണ് അങ്ങനെ വന്നില്ല. പക്ഷെ അതിനുള്ളിൽ അവരുടെ ജീവിതം എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇത്തരം പരാതികൾ വരുമ്പോൾ തന്നെ പല സമൂഹത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്തുക, അവരെ ഒഴിവാക്കുക. അപ്പൊ അത്തരം നഷ്ടപ്പെട്ട ആൾക്കാരെ ഞാൻ കണ്ടു. പിന്നെ എന്തുകൊണ്ടാണ് അത് ഈ കേസ് ക്വാഷ് ചെയ്തു പോകാൻ ഒരു നടപടി എടുക്കാതെ മുൻകൂർ ജാമ്യം തന്ന്? അല്ല, അത് ക്വാഷ് ചെയ്യാൻ പോലീസ് ഇതൊരു കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. കുറ്റപത്രം സമർപ്പിച്ചാലേ ക്വാഷ് ചെയ്യാൻ കൊടുക്കാൻ പറ്റും. അതായത് 3 കാര്യങ്ങൾ പ്രധാനമായി ഉന്നയിക്കുന്നു. അതിൽ താങ്കൾ ഈ പെൺകുട്ടിയോട് ഹാഫ് നേക്കഡ് ആയി അഭിനയിക്കണമെന്ന് അങ്ങോട്ട് ആവശ്യപ്പെടുന്നു. ഞാൻ നടത്തിയ ഷൂട്ടല്ല, ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഗസ്റ്റ് ആയിട്ട് പങ്കെടുക്കാൻ പോയതാണ്. അപ്പൊ ആ ഷൂട്ടിന്റെ അകത്ത് എനിക്ക് അതിനകത്ത് ഒരു റൈറ്റും ഇല്ല. എനിക്ക് വേഷം തന്നത് എന്നെ കമ്പനിയാണ്, അതെ കമ്പനിയുടെ ഓർഡർ. എങ്ങനെയാണ് താങ്കൾ ആരോപണ വിധേയനാണ്? അതാണ്, ഇതൊരു കേസാണ്, ഇതൊരു പരാതി. നാളെ നിങ്ങൾക്കെതിരെ ഒരാൾ പരാതി കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ പ്രൂവ് ചെയ്യണം. അപ്പൊ അതാണ് അവിടെ സംഭവിക്കുന്നത്. ഒരു പരാതി ആർക്കെതിരെ എന്തും കൊടുക്കാം, പക്ഷെ നമ്മളിത് പ്രൂവ് ചെയ്ത് അതിനുശേഷമല്ലേ നമുക്ക് നിരപരാധി എന്ന് പറയാൻ പറ്റുള്ളൂ. പരാതി ആർക്കാണ് കേസ് എടുക്കാം. പ്രത്യേകിച്ച് ഇതുപോലെ പോക്സോ പോലെ ഒരു ഗ്രാവിറ്റി ഉള്ള സംഭവം പോലീസ് ഓട്ടോമാറ്റിക്കലി കേസ് എടുക്കും. അതായത് എന്റെ കേസ് എന്ന് പറയുന്നത് ഫോൾസ്ലി ഡ്രാഗ്ഡ് ഇൻ, അതായത് ഒരാളെ മനഃപൂർവ്വമായി പെടുത്തിയതാണെന്നുണ്ടെങ്കിൽ ജാമ്യം കൊടുക്കാം. കാരണം ഇതൊരു 10-20-25ഓളം മോഡൽസ് ഒരുമിച്ചുണ്ടായിരുന്നപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടായിരുന്ന സമയത്ത്, ഹോട്ടൽ ആൾക്കാരുണ്ടായിരുന്ന സമയത്ത് നടന്ന ഷൂട്ടാണ്. അവിടെ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നടന്നിട്ടില്ലെന്ന് കോടതിക്ക് പ്രൈമ ഫേസിയെ ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ജാമ്യം തന്നത്. എന്റെ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത്, ഇഫ് കോർട്ട് പ്രൂവ്സ് മീ ഗിൽറ്റി, അല്ലെങ്കിൽ നമ്മൾ ഗിൽറ്റ് ആണെന്ന് അല്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടുപിടിച്ച് അങ്ങനെ ഒരു അന്തിമ വിധി ഉണ്ടാകുന്നത് ആ നിമിഷം ഞാൻ എന്റെ സോഷ്യൽ മീഡിയ ലൈഫ് ഞാൻ എൻഡ് ചെയ്യും. അത്രയും കോൺഫിഡൻസ് ആണ് എനിക്ക്. കാരണം എനിക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ട്. ഐ എം ഇന്നസെന്റ് ആൻഡ് ഐ ട്രസ്റ്റ് ഇൻ കോർട്ട്. നമ്മൾ പറഞ്ഞില്ലേ, ഒരൊറ്റ നിയമസിദ്ധാന്തത്തിൽ മാത്രം ഞാൻ വിശ്വസിക്കുന്നുണ്ട്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാൽ ഒരു നിരപരാധികളും ശിക്ഷിക്കപ്പെടില്ല.